ഹലോ എവരിബഡി, അസ്സലാമു അലൈക്കും. ഹുമ്മച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സച്ചു അഥവാ സജ്ന സിയാദ്. നിങ്ങൾ സ്ഥിരം എന്നെ ബാക്ക് ക്യാമറയുടെ സൗണ്ട് മാത്രമല്ലേ കേൾക്കാറുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ റീസൺ കൊണ്ടാണ്. അതായത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുക്കിംഗ് ഒന്നും ചെയ്തു തരുന്നില്ല. അതിന് പകരം ഞാൻ നിങ്ങളെ എൻ്റെ ഒരു ലൈഫ് ജേർണിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ ഇപ്പോൾ ഞാൻ എവിടെ വന്ന് നിൽക്കുന്നു ആ ഒരു ജേർണിയിലേക്ക്. ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്തെ ചിറയൻകീഴ് എന്ന നാട്ടിലാണ്. ഇതാണ് ചിറയൻകീഴ്, നിത്യഹരിത നായകനായ പ്രേം നസീറിൻ്റെ നാട്. ഇത് ലൈല കോട്ടേജ് എന്ന വീടാണ് പ്രേം നസീറിൻ്റെ വീട്. ഈ വീട്ടിൽ തന്നെയാണ് ഞാനും ജനിച്ചത്. പ്രേം നസീർ എൻ്റെ ഉമ്മായുടെ സഹോദരനാണ്. ഇവിടെ നമ്മളെല്ലാവരും കൂട്ടുകുടുംബമായാണ് താമസിച്ചിരുന്നത്. ഉപ്പുപ്പായും ഉമ്മുമ്മായും മക്കളും ചെറുമക്കളും എല്ലാവരും. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ കൂടിയിരുന്നു. കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വീടാണിത്. ഞാനും എൻ്റെ കസിൻസും ഒക്കെയായി കളിച്ച് ചിരിച്ച് വളർന്ന വീട്. 3 വയസ്സുവരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം വാപ്പാടെ കൂടെ ഞാനും ഉമ്മായും ദുബായിലേക്ക് പോയി. 5 വയസ്സുവരെ ഞാൻ ദുബായിലായിരുന്നു. ശേഷം ഞാൻ എൻ്റെ വല്യാപ്പായുടെ വീട്ടിലേക്ക്, അതായത് തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള എൻ്റെ വാപ്പായുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് മാറി. എൻ്റെ വാപ്പ കുളത്തൂപ്പുഴക്കാരനാണ്. പക്ഷേ ജോലി സംബന്ധമായി തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായതാണ് വാപ്പായും ബ്രദേഴ്സും. പിന്നീട് വാപ്പ ദുബായ് പിന്നെ സൗദിയൊക്കെ പോയിട്ട് നാട്ടിൽ വന്ന് പിന്നെയും സെറ്റിലായതാണ്. വാപ്പ വളരെ ഒരു ഹെൽപ്ഫുൾ പേഴ്സൺ ആയിരുന്നു. ഉമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ 2 പേരും എല്ലാവർക്കും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞ പോലെ. ഞാനും എൻ്റെ മൂത്ത ഇത്തായും. 2ാമത്തെ ഇത്ത അപ്പോഴും ചിറയൻകീഴിൽ വല്യമ്മയുടെ കൂടെയായിരുന്നു. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും ഇളയ ആളാണ് സച്ചു. ഒരുപാട് ആർട്ടിസ്റ്റിക്കലി ക്രിയേറ്റീവായിട്ടുള്ള ഒരാളാണ്. പണ്ട് മുതലേ തന്നെ പടം വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും എല്ലാം ടൈം ബൗണ്ടായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്ത് തീർക്കുന്ന ഒരാളാണ് സച്ചു. പിന്നെ നല്ലൊരു വോയിസിൻ്റെ ഉടമയാണ്, നന്നായി പാട്ട് പാടും. പിന്നെ സച്ചു എല്ലാ ഹ്യൂമൻ വാല്യൂസും ഉള്ള ഒരാളാണ്. അതായത് വളരെ ലവബിൾ ആൻഡ് കമ്പാഷനേറ്റ്, സൂപ്പർ എമ്പതി ഉള്ള ഒരാളാണ്. പിന്നെ സിൻസിയറിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ഏറ്റെടുത്താലും അത് അങ്ങേറ്റത്തെ സിൻസിയറിറ്റിയോടുകൂടി ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയാണ് സച്ചു. സച്ചുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് പാചകവുമായിട്ട് സച്ചുവിന് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാൻ മാത്രം അടുക്കളയെ ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സച്ചു പിന്നീട് ഞങ്ങളെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മച്ചിയുടെ എല്ലാ കൈപ്പുണ്യവുമുള്ള ഒരു പാചകക്കാരിയായിട്ട് മാറി. സച്ചു ഒരു അറിയപ്പെടുന്ന യൂട്യൂബർ ആകുമെന്നോ പാചക വിദഗ്ധയാകുമെന്നോ ഒന്നും ഒരിക്കലും കരുതിയിരുന്നില്ല. സച്ചു വേറെ ഒരുപാട് ക്വാളിറ്റീസുള്ള വ്യക്തിയാണ്. നല്ലൊരു പാട്ടുകാരിയാണ്, നല്ലൊരു അധ്യാപികയാണ്, കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക കഴിവ് തന്നെയുള്ളൊരു വ്യക്തിയാണ്. ഇന്നൊവേറ്റീവ് ഐഡിയാസ് ഇഷ്ടം പോലെയുള്ള ആളാണ്. അപ്പോൾ ഒരു നല്ല ഹോം മേക്കറാണ്. അപ്പോൾ ഒത്തിരി കഴിവുകളുള്ള ഒരാളാണ് സച്ചു. പക്ഷെ പാചകരംഗത്ത് സച്ചു ഇത്രയും ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വീട്ടിൽ പിന്നെ സച്ചു നന്നായി പാചകം ചെയ്യാറുണ്ട്. എൻ്റെ മക്കളൊക്കെ സച്ചുയുടെ പാചകത്തിൻ്റെ ആരാധകരാണ്. സച്ചുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര സമയമെടുത്തിട്ടായാലും കുഴപ്പമില്ല, എത്ര സ്ട്രെയിൻ എടുത്തിട്ടായാലും കുഴപ്പമില്ല, ചെയ്യുന്ന വിഭവം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ്.
എൻ്റെ സ്കൂളിംഗ് തുടങ്ങിയത് തിരുവനന്തപുരത്തെ കാർമൽ കോൺവെൻറ്റിൽ നിന്നാണ്. പിന്നീട് ഞാൻ കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തു. പിന്നീട് എൻ്റെ വാപ്പ എടപ്പഴിഞ്ഞിയിൽ ഒരു വീട് വെച്ചു. ഞങ്ങളെല്ലാം അങ്ങോട്ടേക്ക് മാറി. എടപ്പഴിഞ്ഞി വീട് ഞങ്ങളുടെ എല്ലാ റിലേറ്റീവ്സിൻ്റെയും ഒരു ഹബ്ബായിരുന്നു. ആര് വന്നാലും ആദ്യം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടേ അവരുടെ സ്വന്തം വീടുകളിലേക്ക് പോലും പോകുമായിരുന്നുള്ളൂ. ഈവൻ നസീർ മാമ പോലും ട്രിവാൻഡ്രത്ത് വന്നാൽ ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസം. ഉമ്മായുടെ ഭക്ഷണം മാമാക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. ഉമ്മായുടെ നെയ്മീൻ കറിയും മട്ടൻ റോസ്റ്റുമൊക്കെ മാമാക്ക് വളരെ പ്രിയങ്കരമായിരുന്നു. എല്ലാവർക്കും ഉമ്മായുടെ ഫുഡും വെറൈറ്റി നിറഞ്ഞ ഡിഷസും ഭയങ്കര പ്രിയമായിരുന്നു. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ കസിൻസ് എല്ലാം വളരെ ഒത്തൊരുമയോടെയാണ് ജീവിച്ചിരുന്നത്. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണെങ്കിൽ പോലും അവർ നാട്ടിൽ വന്നാൽ എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു കൂടുന്നത്. ഉമ്മച്ചിയുടെ ഭക്ഷണം അതായിരുന്നു എല്ലാവർക്കും പ്രധാനം. അതുപോലെ ഉമ്മച്ചിയുടെ ഹോസ്പിറ്റാലിറ്റി പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഞാൻ സുനിൽ ലത്തീഫ്, സച്ചുവിൻ്റെ കസിനാണ്. ആൻഡ് വി കസിൻസ് വർ എ വെരി ക്ലോസ് നെറ്റ് ഗ്രൂപ്പ്. നമ്മൾ എപ്പം മീറ്റ് ചെയ്യുന്നതും കൊച്ചുമാടെ വീട്ടിൽ വെച്ചായിരിക്കും, നമ്മൾ ട്രിവാൻഡ്രത്താകുമ്പോൾ. ആൻഡ് ബാക്കി ചിറയൻകീഴ് ഓണം വെക്കേഷൻസ് ആൻഡ് ക്രിസ്മസ് വെക്കേഷൻസ് ഒക്കെ നമ്മളിവിടെ ചിറയൻകീഴ് ലീല കോട്ടേജിലും. ആൻഡ് we all the cousins would always make it a point that we always got together. And Trivandrum it's always Kochumada veettu vechayirikkum. And Sachu and me being in the same age group, we were very good friends, and she was my darling sister. In fact, the younger one that I had, younger sister which I could take care of and all that. And Kochumada പറയാനായിട്ടുള്ള സച്ചു തുടങ്ങിയിരിക്കുന്ന ഈ ചാനൽ ഉമ്മച്ചീസ് കിച്ചൺ എന്ന് പറയുന്ന കൊച്ചുമാട സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു കൊച്ചുമാട വീട്ടിൽ പോയി കഴിക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ ആ സ്വാദ് ഇപ്പോഴും നമ്മുടെ നാക്കിൻ്റെ അറ്റത്ത് നിൽപ്പുണ്ട്. അത് നമുക്ക് ഇപ്പോഴും ഓർക്കാനായിട്ട് പറ്റുന്ന സച്ചുവിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ്. ഓരോ തവണയും ഈ ഉമ്മച്ചീസ് കിച്ചണിൽ വരുന്ന ഓരോ ഡിഷസ് ഉണ്ടാക്കുമ്പോഴും വി ക്യാൻ സീ കൊച്ചുമാസ് ലവ് ആൻഡ് കൊച്ചുമാട ആ ഒരു ടേസ്റ്റ് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി വോണ്ട് ദിസ് ചാനൽ ടു ബി, എ മെമ്മറി ഓഫ് അവർ ഡിയറസ്റ്റ് കൊച്ചുമ്മ, ഉമ്മേബ കൊച്ചുമ്മ ഓഫ് എടപ്പഴിഞ്ഞി. എൻ്റെ അനിയത്തി ഉമൈബായുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഉമ്മച്ചീസ് കിച്ചൺ സച്ചു, ഇളയ മകളായ സച്ചു തുടങ്ങിയിരിക്കുന്നത്. അത് അവളുടെ പാചകങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിച്ചത് അവളുടെ 3 പെൺമക്കളിൽ ഈ സച്ചു മാത്രമാണ്, ഇളയ മകളായ സച്ചു മാത്രമാണ്. അവളാണ് നല്ലതുപോലെ പാചകമൊക്കെ ചെയ്ത് പഠിച്ചതെല്ലാം ഈ ഉമ്മച്ചീസ് കിച്ചണിൽ ഓരോരോ പാചകങ്ങളായി വരുന്നുണ്ട്. കാണുമ്പോൾ എൻ്റെ അനിയത്തിയുടെ മുഖം അതിനകത്ത് കാണിക്കുന്നുണ്ട്, മുഖത്തിൻ്റെ ഒരു രേഖ. അത് കാണുമ്പം എനിക്ക് അവളുടെ ഓർമ്മകളിങ്ങനെ ഓടിയെത്തും. പ്രേംനസീർ കാക്ക പണ്ട് അഭിനയമൊക്കെ കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് വീട്ടിൽ വന്ന് ചിറയൻകീഴും കയറിയിട്ട് തിരുവനന്തപുരത്തുള്ള വീട്ടിൽ പോയി താമസിച്ച് അവിടെ നിന്നാണ് എയർപോർട്ടിൽ പോകുന്നത് മദ്രാസിലേക്ക്. അപ്പോൾ താമസിക്കുന്ന അനിയത്തി ഉമ്മൈബാടെ വീട്ടിലാണ്. അന്ന് ജലാലും മൈബായും കാക്കായെ നല്ല രീതിയിൽ നോക്കുമായിരുന്നു. അതുകൊണ്ട് അവളുടെ പാചകങ്ങളും കാക്കാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാം ഉണ്ടാക്കി കൊടുക്കും കാക്ക പോകുന്നത് വരെ. അതുകൊണ്ട് ആ പാചകങ്ങളാണ് സച്ചുവിലൂടെ നിങ്ങളെല്ലാം കാണുന്നത്. ഞാൻ നിഷാന്ത്, സജ്നയുടെ അനിയനാണ്. ഞാൻ സജ്നയെ വിളിക്കുന്നത് സച്ചുത്ത എന്നാണ്, നമ്മുടെ പുന്നാര സച്ചുത്ത. സച്ചുത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ സച്ചുത്ത ഒരു പഞ്ചപാവം. ഒരു ജാടയുമില്ല, ഒരു ആഡംബരവുമില്ല, ഒന്നുമില്ല. എല്ലാവരുടെ സ്നേഹം മാത്രമുള്ള ഒരു വ്യക്തിയാണ് സച്ചുത്ത. കൊച്ചിലെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ
സച്ചുത്താടെ ഉമ്മയുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഉമ്മയുടെ കൂടെ സാരി തുമ്പിൽ തൂങ്ങിയാണ് ഞാൻ നടന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, ഞാൻ എപ്പോഴും ഉമ്മയുടെ എൻ്റെ ഉമ്മച്ചിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഉമ്മയുടെയും ജലവല്യാപ്പാടെയും ഇടപെടുന്നതാണ്. നമ്മളൊരു ഹബ്ബായിരുന്നത്. നമ്മൾ റിലേറ്റീവ്സും നമ്മൾ കസിൻസ് എല്ലാം എപ്പോഴും കൂടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ വെളിനാട്ടിൽ വന്നതിന് ശേഷവും തിരിച്ചു പോകുമ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ വെക്കുന്നതും ഫസ്റ്റ് പോകുന്ന സ്ഥലവും ഇടപഴകിയായിരുന്നു. വല്യമ്മ വാസ് സോ കെയറിങ്. ഷീ ലവ്ഡ് എവ്രിവൺ. എടപ്പഴിഞ്ഞി വീട് നമുക്ക് ഒരു ഹോട്ടൽ പോലെയാണ്. നമ്മളെപ്പോഴും എടപ്പഴിഞ്ഞി വീട്ടിൽ പോയി കഴിഞ്ഞാൽ even if we are going for getting some milk or getting something from there to take it back home, വല്യമ്മ നമ്മളവിടെ ഇരുത്തി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമ്മളെ ആഹാരം കഴിപ്പിച്ചിട്ട്. പക്ഷെ ആ തട്ടിക്കൂട്ടലിനും ഉണ്ടായിരുന്നു. So you normally say there's a magic touch which makes something unique, and I think that is what Valiamma had, that magic touch which made each and every thing that she made really tasty and stand out from all the others. നിങ്ങളിപ്പം ഉമ്മച്ചീസ് കിച്ചണിൽ കാണുന്ന റെസിപ്പീസിൽ കുറേ എണ്ണം വല്യമ്മയുടെ റെസിപ്പീസ് തന്നെയാണ്. വല്യമ്മ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. നമ്മളും അത് ഇപ്പം ഉമ്മച്ചീസ് കിച്ചൺ കണ്ടിട്ട് നമ്മളും അത് ശ്രമിക്കുന്നുണ്ട്, നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു രുചി കിട്ടാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് ദാറ്റ് മാജിക് ടച്ച് ഈസ് ഓൺലി ടു വല്യമ്മ ആൻഡ് ഇറ്റ്സ് യൂണിക് ടു ഹർ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതിന് നല്ല ക്ലോസ് ആയിട്ട് എത്തിയിരിക്കുന്നത് സച്ചുത്താണ്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഷീ സ്റ്റാർട്ടഡ് ദിസ് ചാനൽ ബിക്കോസ് ഉമ്മച്ചീസ് കിച്ചൺ എന്ന് പറയുന്നത് ഇസ് എ മെമ്മോറിയൽ ഫോർ ഇസ് വല്യമ്മസ് മെമ്മറി. വല്യമ്മ നമുക്ക് ഉണ്ടാക്കി തന്ന ആഹാരം, ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ആൻഡ് we've played there. വല്യമ്മക്ക് ഒരുപാട് വിഷമങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ. പക്ഷെ അതെല്ലാം നമ്മളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ലത് പറഞ്ഞു തന്ന് നല്ല ആഹാരം തന്ന് I miss her a lot because she was one of a kind. സച്ചുത്തായെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നൊരു പാവത്താൻ്റെ മുഖമാണ്. ഷീ ഈസ് വെരി പാവം. കഴിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് എൻ ഓൾ റൗണ്ടർ. ഷീ ക്യാൻ സിങ് സോ വെൽ ആൻഡ് ഷീ ക്യാൻ കുക്ക് സോ വെൽ ആൻഡ് ഷീ ഈസ് എ വെരി ഗുഡ് ടീച്ചർ. ഷീ വാസ് എ വെരി ഗുഡ് സ്റ്റുഡൻറ്റ്. കുക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആശാട്ടിയെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ കിച്ചണിൽ പോയി കണ്ടിട്ടില്ല കല്യാണത്തിന് മുൻപ്. പക്ഷേ കല്യാണത്തിന് ശേഷം once she started cooking there is no stopping her. So നമ്മളെല്ലാവരും വളരെയധികം സഹായിക്കാറുണ്ട്, ആഹാരം കഴിച്ച് എൻകറേജ് ചെയ്യാറുണ്ട്. ബിക്കോസ് it's that too tasty, her food. It's awesome food she makes. So I wish her all the best of luck. And I hope that she gets more subscribers, and I request all of you to subscribe to her channel and encourage her more. Thank you. Hi all, Assalamualaikum. എൻ്റെ പേര് നമിത. സജ്ന സിയാദിൻ്റെ മാമിയാണ്, ലൈക്ക് ഡാഡ്സ് കസിൻ. അപ്പം ഷീ ഈസ് വെരി പാഷനേറ്റ് അബൌട്ട് കുക്കിംഗ്. എക്സ്പെരിമെൻ്റലാണ് അവൾ. ഷീ ലൈക്സ് ട്രൈങ് ന്യൂ എന്താ പറയുക റെസിപ്പീസ് കണ്ടുപിടിക്കുക, അത് ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ഷീ ഈസ് വെരി വെരി പാഷനേറ്റ് അബൌട്ട് കുക്കിംഗ്. ആൻഡ് മാമിയുടെ ബിരിയാണി ആൻഡ് ബീഫ് ഫ്രൈ ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ്. ദാറ്റ്സ് സംതിങ് ഐ ജസ്റ്റ് ലവ് ആൻഡ് മിസ്. ഐ ലവ് യു മമ്മി. ഉമ്മച്ചീസ് കിച്ചണിലെ ഉമ്മച്ചി എൻ്റെ കൊച്ചുമാണ്, എൻ്റെ വാപ്പാടെ സഹോദരൻ്റെ വൈഫ്. മേവാൻറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിലെ കോർ പേഴ്സൺ ആയിരുന്നു. ഞങ്ങളുടെ കൊച്ചിലെയൊക്കെ മേവാൻറ്റി ഇല്ലാത്ത ഒരു കാര്യമില്ലായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 ദിവസം അവധി കിട്ടിയാൽ ഞങ്ങൾ നേരെ പോകും മേവാൻറ്റിയുടെ വീട്ടിലോ നസേവല്യമ്മയുടെ വീട്ടിലോ നിൽക്കാനായിട്ട്. മേവാൻറ്റി ഉണ്ടാക്കുന്ന പല ഡിഷസും എനിക്കിഷ്ടമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത്, ഇഷ്ടമുള്ളതും ഞാൻ വേറെ കഴിച്ചിട്ടില്ലാത്തതും
പരിപ്പും തലയും പറ്റിച്ചതും കപ്പ ഉടച്ചതുമായിരുന്നു. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മെവാൻ്റെ എനിക്കൊരു സർപ്രൈസ് ഡിഷ് ഉണ്ടായിരുന്നു. അത് എനിക്ക് സർപ്രൈസായിട്ട് തോന്നി, ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അത് വെള്ളയപ്പമാണ്. വെള്ളയപ്പം ഒരു ദിവസം കാലത്ത് ഞാൻ വീട്ടിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് നിനക്ക് ബുൾസൈ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണം കൊച്ചുമാന്നോ ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്ത് ഒരു അപ്പം ഒഴിച്ചിട്ട് അതിൻ്റെ നടുക്ക് ഒരു ബുൾസൈ എടുത്തൊഴിച്ചു. അപ്പോൾ ഐ വാസ് റിയലി സർപ്രൈസ് ടു സീ വെൻ ഇറ്റ് കെയിം ടു മൈ ടേബിൾ. അത് എന്ത് ഭംഗിയായിരുന്നു കാണാൻ. ആലോചിച്ച് നോക്കിയാൽ വൈറ്റ് വെള്ള അപ്പത്തിൻ്റെ നടുക്ക് റെഡ് ബുൾസൈയും. ഞാൻ വേറെ ആരും അത് ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല, പിന്നെ ഞാനും ചെയ്തിട്ടില്ല. എപ്പോൾ അപ്പം ഉണ്ടാക്കിയാലും മെവാൻ്റെ ഞാൻ ആ കാര്യത്തിൽ ഓർക്കും. ഈ യൂട്യൂബ് നടത്തുന്ന സച്ചു, മെവാൻ്റെ ഇളയ ആള്, അവൻ്റെ എല്ലാം പെറ്റ്, ഞങ്ങളെല്ലാം പെറ്റ്. അവൾ അടുക്കളയിൽ കയറി ഞാനും കണ്ടിട്ടില്ല ഇതുവരെയ്ക്കും. പക്ഷേ ഇപ്പം അവൾക്ക് കിട്ടിയേക്കുന്ന ഈ കൈപ്പുണ്യം മെവാൻ്റെ അനുഗ്രഹമാണ്. അവൾ ചെയ്യുന്ന പല ഡിഷസും ഞാൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. എല്ലാ സപ്പോർട്ട്സും എൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ ഭാഗത്ത് നിന്ന് നിനക്കുണ്ടാവും. സച്ചിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ where do I begin? I have to go way back memory lane to my childhood. കാരണം എൻ്റെ ഒരു മേജർ പാർട്ട് ഓഫ് ചൈൽഡ്ഹുഡ് ആ വീട്ടിലാണ് ഞാൻ ചിലവഴിച്ചിരിക്കുന്നത്. ഇൻ മൈ ഫാദേഴ്സ് സൈഡ് എൻ്റെ ക്ലോസസ്റ്റ് കസിൻസ് എന്ന് പറയാൻ ഉമേബ മാമിയുടെ മക്കൾ തന്നെയായിരുന്നു. ആൻഡ് ടു വിച്ച് ഐ വാസ് മോസ്റ്റ് ക്ലോസ് ടു സച്ചിത ബിക്കോസ് ഷീ ഈസ് കുറേ എന്നെ കാട്ടിലും കമ്പാരിറ്റീവ്ലി വെരി വയസ്സിന് ഒരുപാട് മൂത്തതാണെങ്കിലും വി വർ ക്ലോസർ ദാൻ സംസാരിക്കാനും we were quite close. ഉമേബ മാമിയെക്കുറിച്ച് പറഞ്ഞാൽ I don't have words to explain how much I miss her right now. മാമി പോയതോടെ സത്യം പറഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്ത് എനിക്ക് അറ്റ്ലീസ്റ്റ് ഫോർ മീ ഫ്രീ ആയിട്ട് കയറി ചെല്ലാനൊരു വീടില്ലാതെ ആയിപ്പോയതാണ്. ഉമേബ മാമി വാസ് ഓൾവേസ് ദെയർ. നമുക്കെപ്പോഴും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വീടായിരുന്നു അത്. എനിക്കെന്ന് മാത്രമല്ല, ഐ തിങ്ക് ഓൾ മൈ കസിൻസ്, എവറി വൺ ഇൻ ദ ഫാമിലി വുഡ് അഗ്രി വിത്ത് മീ ഹോൾ ഹാർട്ടഡ്ലി ദാറ്റ് വാസ് വൺ പ്ലേസ് വേർ വി കുഡ് കൂടാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. ആൻഡ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്ത് തിരിച്ചു വന്ന സമയത്ത്, സിൻസ് ഐ വാസ് അലോൺ ഹിയർ ആൻഡ് ഉമ്മായും പാപ്പായും ഇല്ലാത്ത സമയത്ത്, എൻ്റെ മോനപ്പോൾ ഒരു 3-4 വയസ്സൊക്കെ ഉള്ളൂ. സോ മാമിയുടെ അടുത്താണ് ഞാൻ ബേബി സിറ്റിങ്ങിന് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് സേഫായിട്ടും സെക്യൂറായിട്ടും അയക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു. ആൻഡ് മൈ സൺ ടു ദിസ് ഡേ, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉമേബ മമ്മുമ്മ എന്നുള്ളൊരു ഇമേജാണ്. ബാക്കി ആരോടും അങ്ങനെ ഒരു അതിന് മേ ബി ബിക്കോസ് ഹി ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ് മച്ച് ടൈം ടു സ്പെൻഡ് വിത്ത് ദം. പക്ഷേ ഉമേബ മമ്മുമ്മ എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉറച്ച ഒരു ഫിഗറാണ്. എൻ്റെ പേര് ശോഭ. സച്ചു എൻ്റെ കസിനാണ്. എൻ്റെ കൊച്ചമ്മയുടെ മോളാണ് സച്ചു. സച്ചുവിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലും അങ്ങനെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണുള്ളത്. സച്ചുവിൻ്റെ പറഞ്ഞ ഒരു ബേബി സിസ്റ്ററായിരുന്നു. സച്ചുവിനൊക്കെ ഇങ്ങനെ ഒത്തിരി എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് ഞാനൊക്കെ. അതുകൊണ്ട് സച്ചു ഇപ്പോഴും സച്ചുവിന് ആ കുട്ടിത്വവും ആ കുട്ടികളിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഇത്ര വലിയ കുട്ടികൾ ആണെന്നുള്ള ഒരു ചിന്ത എനിക്ക് ഇപ്പോഴും ഇല്ല മനസ്സിൽ. സച്ചു ഇപ്പോഴും എനിക്ക് ചെറിയ കുട്ടിയാണെന്നുള്ളൊരു ചിന്തയാണ്. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ആൻറ്റി ആൻറ്റിയുടെ, അതായത് സച്ചുവിൻ്റെ ഉമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് സച്ചു ഒരു ചാനൽ തുടങ്ങിയത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷം തോന്നി. സച്ചുവിന് ഇത്രയും കൾണറി സ്കിൽസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ ചാനൽ കണ്ടത് കൂടെയാണ്. വലിയൊരു പാചക വിദഗ്ധയാണ് ആളെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അതിശയം തോന്നി. ഇത്രയൊക്കെ സച്ചിന് അറിയാവോ എന്നുള്ളത്. ഇൻഷാല്ലാ ഇനി നാട്ടിൽ പോകുമ്പോൾ സച്ചിനെ കൊണ്ട് തന്നെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് കഴിച്ചു നോക്കണം.
സച്ചുവിൻ്റെ ചാനലും സച്ചുവിൻ്റെ എല്ലാ സംരംഭങ്ങളും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് സച്ചു. ഞാൻ എൻ്റെ കോളേജ് ലൈഫ് ആരംഭിച്ചത് ഓൾ സെയിൻസ് കോളേജിൽ നിന്നാണ്. ഒരു വർഷമേ ഞാനവിടെ പഠിച്ചുള്ളൂ. പിന്നീട് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറും പിന്നെ എൻ്റെ ഡിഗ്രി ലൈഫും മുഴുവനും വുമൻസ് കോളേജിലായിരുന്നു. വളരെ അടിച്ച് പൊളിച്ച് നടന്ന ഒരു കാലമാണ്. ഇന്നും ആ ഫ്രണ്ട്സുമായിട്ട് അതേപോലെ ഞങ്ങൾ പോവുകയാണ്. ഹായ് എവരിവൺ, ഞാൻ മീന. ഞാനും അമ്പിളിയും സച്ചുവും ഐഷയും ഒന്നിച്ച് നടന്നായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീട്ടിലെ ഒരു സ്ഥിര സന്ദർശിക്കുകയായിരുന്നു. അതുകൊണ്ട് ഉമ്മച്ചിയെ ഞങ്ങൾക്കറിയാവുന്നതുപോലെ സച്ചുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ വേറെ ആർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സ്ഥിരം നമ്മൾ ആ വീട്ടിൽ പോകുന്നതുകൊണ്ട് ഉമ്മച്ചിയായിട്ട് അത്രയും അടുപ്പം ഉണ്ടായിരുന്നു. ഉമ്മച്ചി ഞങ്ങളുടെ ഒരു റോൾ മോഡലായിരുന്നു. കാരണം ഉമ്മച്ചിയുടെ ആ ഹോസ്പിറ്റാലിറ്റി കണ്ടാണ് ഞങ്ങൾ ആ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ കണ്ടു പഠിച്ചത് അത് തന്നെയാണ്. പിന്നെ ഉമ്മച്ചിയുടെ ഒരു ട്രീറ്റ് ചെയ്യുന്നത്, ഫ്രണ്ട്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതൊക്കെ നമ്മൾ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഇന്നും. പിന്നെ സാരി ഉടുക്കാൻ വരെ പഠിപ്പിച്ചത് തന്നെ ഉമ്മച്ചിയാണ്. അങ്ങനെ ഒരു ഫെസ്റ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആ സാരിയും കൊണ്ട് ആ വീട്ടിൽ പോയി ഉടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സാരി ഉടുക്കാനൊക്കെ പഠിപ്പിച്ചത്. എല്ലാം ഉമ്മച്ചി തന്നെയാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഉമ്മച്ചിയുടെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കൈപുണ്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്തയാണ്. ഹാറ്റ്സ് ഓഫ് യു ഉമ്മച്ചി. ഇപ്പോൾ ഞാൻ ഈ അവസരത്തിൽ ഉമ്മച്ചിക്ക് ഒരു പ്രണാമം. സച്ചു ആണെങ്കിൽ പിന്നെ ആ വീട്ടിലെ ഇളയതായതുകൊണ്ട് അന്ന് കിച്ചൺ കണ്ടിട്ടില്ല സച്ചു. അമ്പിളിയാണ് വല്ലപ്പോഴും ആ വീട്ടിൽ കിച്ചണിൽ കയറുന്ന ഏക ഒരു വ്യക്തി. സച്ചു സച്ചുവിന് അന്നേ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ക്രിയേറ്റിവിറ്റി, ഭയങ്കര നന്നായി പാട്ട് പാടും, ഭയങ്കര പേഷ്യൻസ് ആണ്. ആ കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. സച്ചുവിൻ്റെ പേഷ്യൻസ് നമുക്ക് കണ്ടു പഠിക്കാവുന്നതുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ നല്ലോണം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അവർ അട്രാക്റ്റ് ആവും സച്ചുവിന്. അതൊക്കെ നമുക്ക് ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. അതൊക്കെ സച്ചുവിന് അങ്ങൊന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കുക്കിങ്ങിൽ ഞങ്ങൾക്ക് അറിയേ ഇല്ലായിരുന്നു ഇത്രയും ഒരു കഴിവ് സച്ചുവിനുണ്ട്. സച്ചു ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു അഭിമാനമാണ്. പ്രൗഡ് ഓഫ് യു സച്ചു. താങ്ക് യു ഓൾ. ഹലോ, എൻ്റെ പേര് ഊർമിള. ഞാനിവിടെ മേർലൻഡ് USA താമസിക്കുന്നു. സച്ചു എൻ്റെ കോളേജ് ഫ്രണ്ടാണ്. ആ സമയത്തൊന്നും സച്ചു കുക്ക് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഐ തിങ്ക് കല്യാണം കഴിഞ്ഞ ശേഷമാണ് സച്ചു കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തതൊക്കെ. എനിവേ, I wish her all the best for her YouTube channel and Facebook page. പിന്നെ ഉമ്മച്ചിയുടെ കുക്കിംഗ് ഞാൻ കുറേ കഴിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് എനിക്കറിയാം അതെല്ലാം നല്ല ടേസ്റ്റി ഫുഡാണ്. സോ I 100% approve her channel and I've been like watching and following her recipes. So all the best. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് കൊട്ടാരക്കര എന്ന സ്ഥലത്താണ്. സിയാദ് എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. ഇപ്പോൾ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 3 മക്കളാണുള്ളത്. ഇജാസ്, ഇലിയാസ്, അസ്മ. എൻ്റെ ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും ഒരു എൻകറേജ്മെൻറ്റും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഉമ്മച്ചീസ് കിച്ചൺ എന്ന ഒരു ഐഡിയ തന്നെ എൻ്റെ മനസ്സിൽ വരാൻ കാരണം. എൻ്റെ കസിൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എല്ലാവരും വളരെ ക്ലോസാണ്, വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇക്കടെ ബ്രദേഴ്സും അവരുടെ വൈഫ്മാരായാലും മക്കളായാലും, പിന്നെ എനിക്കാകെ ഒരു സിസ്റ്റർ ഇൻ ലോ ആയാലും എല്ലാവരും വളരെ സപ്പോർട്ടീവും വളരെ എൻകറേജിങ്ങുമാണ്. ഇക്കടെ അമ്മ ഇപ്പോൾ ഇല്ല, പക്ഷേ ഒരുപാട് നല്ല കുക്കായിരുന്നു അമ്മായും. അമ്മായിൽ നിന്നും എൻ്റെ ഉമ്മച്ചിയുടെ പോലെ തന്നെ ഒരുപാട് കുക്കിംഗ് ടിപ്സൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇക്കടെ ഫാദർ ഉണ്ട്, വളരെ നല്ല മനുഷ്യനാണ്, വളരെ സപ്പോർട്ടീവാണ്. ഹായ് ഓൾ, ഐ എം നെഹന. ഞാൻ സച്ചുമാമയുടെ നീസാണ്. ഇപ്പോൾ സച്ചുമാമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ
if you ask me to describe her in one word, I'd like to say the word childish. Why? Because മിക്കവാറും ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളാണ് സച്ചുമമ്മി. ആൻഡ് എസ്പെഷ്യലി ഹർ ഫുഡ്. ഞങ്ങളിപ്പോൾ എന്തിനും ഒരുമിച്ച് കൂടിയാലും അവിടെ സച്ചുമമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഉണ്ടാക്കി തരുമായിരിക്കും. സോ ഷീസ് വെരി മച്ച് പാഷനേറ്റ് ടുവേർഡ്സ് ഹർ കുക്കിംഗ്. ആൻഡ് എപ്പോഴും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള മാമി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാറ്. അപ്പോൾ മാമിയുടെ ഉമ്മേൻ്റെ മെമ്മറിയിൽ തുടങ്ങിയിരിക്കുന്ന യൂട്യൂബ് ചാനലാണ് ഉമ്മച്ചീസ് കിച്ചൺ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദ സക്സസ് ഓഫ് യുവർ യൂട്യൂബ് ചാനൽ മാമി. എൻ്റെ ലൈഫിൻ്റെ ഒരു 17 വർഷക്കാലം ഞാൻ ചിലവിട്ടത് റിയാദിലായിരുന്നു. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ റിയാദിലേക്ക് പോയി. അവിടെയായിരുന്നു ഇക്കാലത്ത് ജോലി. അവിടെ ഞാൻ 3 സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനെയും സ്റ്റുഡൻസിനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നും ആ ഫ്രണ്ട്സുമായിട്ട് വളരെ ക്ലോസാണ്. പലപ്പോഴും അവർ നാട്ടിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട്. ഹായ് എവരിവൺ, ഞാൻ അല്ലി ജഗൽ, സച്ചുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ലാസ്റ്റ് ഒരു 20 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥ സൗഹൃദ ബന്ധം തുടർന്നുകൊണ്ട് പോരുകയാണ്. സച്ചു റിയാദിലുണ്ടായിരുന്ന കാലം മുതൽ ഞങ്ങളെല്ലാ ഫങ്ഷൻസിനും ഒരുമിച്ച് കൂടാറുണ്ട്. എല്ലാ പെരുന്നാളുകൾക്കും, ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ എല്ലാത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. അപ്പോഴൊക്കെ സച്ചുവിൻ്റെ പാചക പരീക്ഷണങ്ങളെല്ലാം രുചിച്ചറിയാനുള്ളൊരു ഭാഗ്യം ഞങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ എൻ്റെ മകനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് സച്ചുവിൻ്റെ ബിരിയാണി. അതുപോലെ തന്നെ അതിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേരള ഫ്രൈഡ് ചിക്കൻ. സച്ചുവിൻ്റെ മാത്രമല്ല, സച്ചുവിൻ്റെ ഉമ്മയുടെയും കൈപുണ്യം അറിയാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സച്ചുവിൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് റിയാദ് സന്ദർശിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇതിനുള്ള അവസരം കൈവന്നിട്ടുണ്ട്. അപ്പോൾ സച്ചുവിൻ്റെ പുതിയ സംരംഭമായ ഉമ്മച്ചീസ് കിച്ചണ് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സച്ചുവിന് എല്ലാ വിജയാശംസകളും നേരുന്നു. നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മറിയം ബി. ഞാൻ സച്ചുവിൻ്റെ ആൻറ്റി. 20 വർഷമായി സച്ചുവിൻ്റെ ആൻറ്റിയായിട്ട്. റിയാദിലുള്ള 2 സ്കൂളുകളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് തൊട്ട് സച്ചുവിനെ എൻ്റെ കുക്കിങ്ങിനെ പറ്റി മനസ്സിലാക്കാൻ നന്നായി സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടെ സ്കൂളുകളിൽ വെച്ച് നടക്കുന്ന 1 ഡിഷ് പാർട്ടികളിൽ അതിലേതാണ് സച്ചുവിൻ്റെ ഐറ്റം എന്ന് ചോദിക്കേണ്ട ഒരാവശ്യവും വന്നിട്ടില്ല. പ്രത്യേകിച്ച് അതിൽ ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരിക്കും സച്ചുവിൻ്റേത്. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് 100% സക്സസ് ആകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ബെസ്റ്റ് വിഷസ് ഫോർ ഉമ്മച്ചീസ് കിച്ചൺ. ഹായ്. ഞങ്ങൾ റിയാദിൽ നിന്ന് വന്നിട്ട് പിന്നെ കൊട്ടാരക്കര സെറ്റിലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉമ്മച്ചീസ് കിച്ചൺ തുടങ്ങേണ്ട റീസൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഏവർക്കും എന്നെ നന്ദി അറിയിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ദെൻ, ബൈ ബൈ.